ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാനുള്ള പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ നാട്ടിൽ പോയി ഒരു 5-6 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിപ്പോകുമെന്ന് എനിക്ക് അറിയാം. ആരെയും ഏൽപ്പിച്ച് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനും അല്ല. അപ്പം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, കഴിയുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ ആമസോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത് കേട്ടോ. ഇതൊരു ബോട്ടിൽ വെള്ളം നിറച്ച് ഒരറ്റം വെള്ളം ബോട്ടിലിൻ്റെ അകത്തും മറ്റേ അറ്റം കൊണ്ടുപോയി ചെടിയിലും വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രോപ്പായിട്ട് വെള്ളം വീഴും. അപ്പോൾ ഇവിടെ ഞാൻ അത് വാങ്ങിയത് കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് ഫുള്ള് ചെടികളൊക്കെ ചുറ്റും വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇതാദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഞാൻ വെള്ളം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിലൊക്കെ വെള്ളം നിറച്ച് തലകുത്തി മറിച്ചാണ് വെച്ചത്. ഇത് പഴയ ബോട്ടിലുണ്ടല്ലോ, നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ, അതിൽ വെള്ളം നിറച്ച് ഇതേപോലെ ആ ഒരു ത്രെഡ് കിട്ടും. അത് നമ്മൾ എല്ലാ ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് അതിനുള്ള ത്രെഡ് തന്നെ വാങ്ങണം. കാരണം വെള്ളം നമ്മൾ ഒരു വശത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വശത്ത് അത് ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇതാ ഡ്രോപ്പായിട്ട് വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഞാനത് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് ഉള്ള വീഡിയോകളിൽ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യത്തെ ഒരു പരീക്ഷണമാണ്. ഇവിടെ ഇഞ്ചിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും എനിക്ക്. പിന്നെ ഇങ്ങനെയുള്ള ചെടി പ്ലാം ട്രീ ഒന്നും ഒരു പ്രശ്നമില്ല, വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് കഴിഞ്ഞ് 11 മണിയായി. 11 മണി രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയായാലും കൊല്ലത്തെത്തുമ്പോൾ രാത്രി 11 മണി ആകും, അത് ഉറപ്പാണ്. കാരണം നമ്മൾ ഇവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങുന്നു അതേ കറക്റ്റ് ടൈമാണ് നമ്മൾ അവിടെ എത്തുന്നത്. അത് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിനൊക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ മടിയുമ്പോഴും പലപ്പോഴും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ ഹസ്ബൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് നിങ്ങളോട് സംസാരിച്ചതാണ് കേട്ടോ. ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്ന കാര്യം ഇടാതിരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാറിലെ പാട്ട് വെച്ച കാര്യം ശ്രദ്ധിച്ചില്ല. ആ പാട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റിംഗ് ആവും. അതുകൊണ്ട് ഞാൻ ആ വോയിസ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഫുള്ള് എൻ്റെ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിനോടാണ് സംസാരിച്ചത്. കംപ്ലീറ്റ് നമ്മൾ പോകുന്നതും വരുന്നതും എവിടെ എത്തും എങ്ങനെ എന്നൊക്കെ. പക്ഷേ ആൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷ് ചാനലല്ല, മലയാളം ചാനലാണെന്ന്. എന്തായാലും യൂട്യൂബിൻ്റെ ചാനലിലെ പേര് വരെയും ആൾ പറഞ്ഞപ്പോൾ മാറിപ്പോയി. പണ്ട് എൻ്റെ സിത്തൂസ് ലൈഫ് സ്റ്റൈൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ് പറഞ്ഞത്. ചെന്നൈ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം മറന്നുപോയി. പക്ഷേ വീഡിയോ ഒക്കെ സമയമുള്ളപ്പോൾ കാണും. ആൾ നല്ല ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ ടൈം അത്രയും ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല, ഇത്രയും നേരമൊക്കെ ആൾക്ക് ഇല്ല. അപ്പം കിട്ടുന്ന സമയം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. ചിലപ്പോൾ എഡിറ്റിങ്ങിൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാ വീഡിയോസും കാണിച്ചു കൊടുക്കും. അപ്പോൾ അറിയാം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഞങ്ങൾ 11 മണിക്ക് ഇറങ്ങി, ഞങ്ങൾ രാത്രി 11 മണിക്ക് അവിടെ എത്തും. ഞങ്ങൾ ലേറ്റായി പോയി ഇറങ്ങാൻ വേണ്ടി. ഞങ്ങൾ 3 പേരും ഒന്നിച്ചൊക്കെയാണ് പോണത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ക്ലിയറായിട്ട് ഹസ്ബൻഡ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന കാര്യം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് പറ്റിയത്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെച്ചിരുന്ന് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ സംസാരം മുഴുവൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ ഇടാം, കാരണം അത് കോപ്പി റൈറ്റിങ്ങോ ഒന്നും വരത്തില്ല. പക്ഷേ ഇതിൽ നമുക്ക് യൂട്യൂബിൽ അത് പറ്റത്തില്ല. പക്ഷേ ചില പാട്ടുകളൊന്നും പ്രശ്നം വരത്തില്ല, പക്ഷേ ചില പാട്ടുകൾ വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനും പറ്റില്ല. അപ്പം എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ അങ്ങനെ സംസാരിച്ച് എനിക്ക് ഹെൽത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. കാരണം ഈ വശത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെ വീഡിയോ എടുത്താണ്. നിങ്ങൾക്ക് നല്ല ചെന്നൈയിലൊക്കെ വന്നവർക്ക് നന്നായിട്ടറിയാം. വണ്ടല്ലൂർ സൂ ആണ് ഞങ്ങൾ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വിശാലമായ ഒരു
ഇത് തന്നെയാണ്. കണ്ട് നടന്ന് തളർന്നു പോകും അത്രയ്ക്ക്. കാരണം നടക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള വിശാലമായ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ വാക്കിംഗ് ഒക്കെ നല്ല ബെസ്റ്റ് ആയിരിക്കും. കാരണം അത്രയ്ക്കും ഉണ്ട് അവിടെ നടന്നു കാണാൻ. അപ്പോൾ ഈ വശത്തും ഒക്കെ ഞാൻ കുറച്ച് മനോഹരമായി കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ചെന്നൈയിൽ നിന്ന് പോകുന്ന മലയാളികൾക്കൊക്കെ ഈ വഴികളൊക്കെ പരിചയമായിരിക്കും. നമ്മൾ തിരുച്ചി മധുര വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്, ചെങ്കോട്ട വഴി അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് എല്ലാ വഴികളൊന്നും എല്ലാ സ്ഥലമൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് മുകളിലൊക്കെ നോക്കും എവിടെ എത്തി എന്നുള്ളത്. പിന്നെ ഈ ബോർഡൊക്കെ ചിലയിടത്തൊക്കെ എല്ലാം തമിഴാണ് എഴുതി വെച്ചിട്ടുള്ളത്. ചില സ്ഥലത്ത് ചില കടകളിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെക്കുമ്പോൾ ഞാൻ നോക്കും. പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇതെവിടാ സ്ഥലം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ ഞാൻ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ദൂരം ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അധികം ഉറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, ഉറങ്ങുമൊന്നുമില്ല. പിന്നെ എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമായിട്ടുണ്ട്, കൈക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അത് ബെൽറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ശരി വേണ്ട, ഞാൻ കാരണം അവർക്കൊരു ട്രിപ്പ് വേണ്ടാന്ന് വിചാരിച്ചു. ശരി ഓക്കെ, എന്തായാലും കുറച്ച് വേദനയൊക്കെ സഹിച്ചാണ് പോണത്, കുഴപ്പമില്ല. നമ്മൾ 3 പേരുള്ള യാത്ര, ഹസ്ബൻഡ് ഹാപ്പിയാണ്. കാരണം എപ്പോഴും മോളുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് പോകുന്നു, അവർ സന്തോഷമാണല്ലോ, അത് മതി. അപ്പോൾ ഇത് തിരുച്ചി ഹൈവേ ആണ് ഈ കാണുന്നത് കേട്ടോ. തിരുച്ചി ഹൈവേയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം 11 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ തിരുച്ചിയിലെത്തുമ്പോൾ തന്നെ ഒരു 1:30-2 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. മധുര വരെ വിശന്നിരിക്കാൻ പറ്റില്ല. മധുരയിൽ നിന്നാണ് സാധാരണ ഇവർ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. മോളും അച്ഛനും കൂടെ പോകുന്ന സമയത്ത് അവർ രാവിലെ ഇറങ്ങും, ഒരു 6 മണി അല്ലെങ്കിൽ 6 മണിയുടെ മുന്നോ അങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് മധുര എത്തുമ്പോഴാണ് അവരെ ഉച്ചഭക്ഷണം കറക്റ്റ് വരുന്നത്. ഉച്ചയൊക്കെ ആയപ്പോഴത്തെ തിരുച്ചിയിലെത്തിയതേ ഉള്ളൂ. മധുരയ്ക്ക് ഇനിയും പോകണം. അപ്പോൾ ശരി, ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് പോവാന്നുള്ള തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിങ്ങനെ വഴിക്ക് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. ഓരോന്നൊക്കെ അങ്ങ് വിട്ട് വേണ്ട വെച്ച് അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ മീൽസ് പറഞ്ഞു, നല്ല അടിപൊളിയായിരുന്നു ഭക്ഷണമൊക്കെ. നല്ല രസവും പായസവും കുറേ സബ്ജികളൊക്കെ ആയിട്ട്. ഇപ്പം നോൺ വെജിനോടൊന്നും നമുക്കത്ര താല്പര്യമില്ല ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾ നോർമലാണ് മേടിച്ചത്. അത് എല്ലാ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ, പറയാതെ വയ്യ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 1/2 hour എനിക്ക് തോന്നുന്നത് ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി. മോൾ അങ്ങോട്ട് ഓടിക്കും, 1.5 മണിക്കൂർ അവൾ ഓടിക്കാമെന്നുള്ള ഇതാണ്. അങ്ങനെ നേരെ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ ഹസ്ബൻഡിനും കുറച്ച് റെസ്റ്റ് കിട്ടും. പിന്നെ അവൾക്കും ഒരു പ്രാക്ടീസ് ആണല്ലോ. നമ്മൾ വണ്ടി പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ എപ്പോഴും വണ്ടിയിൽ എപ്പോഴും നമ്മൾ ആ ഒരു കൈ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മടി ഉണ്ടാവില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയായിട്ടല്ല, പക്ഷേ ഞാൻ മടിയാണ്, ഭയങ്കര മടിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ നമ്മൾ പെർഫെക്റ്റ് ആവാനുണ്ട്. എൻ്റെ അടുത്ത് മോള് പറയും, ഓടിച്ചാലേ പഠിക്കത്തുള്ളൂ, അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മ ഓടിച്ചങ്ങ് ശരിയാവും എന്ന് പറയും. പക്ഷേ നമ്മളിങ്ങനെ ഓരോ ദിവസം നമ്മളെ അടുത്ത് പറയുമ്പോൾ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരം ഈ ഒരു 1.5 മണിക്കൂർ അവൾ വണ്ടി ഓടിച്ച് പോകണം. അപ്പം ഈ തിരുച്ചിയിൽ നിന്ന് മധുരയിലേക്കുള്ള റോഡാണ്. കുറച്ച് സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ, വേറെ ഒരു അധികം ട്രാഫിക്കോ ഒന്നുമില്ല. നേരെ അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഉറക്കം വരുന്നവർക്ക് നന്നായിട്ട് ഉറക്കം വരും. കാരണം അതുമാതിരി ഇങ്ങനെ എന്താ പറയുക, നേരെ ഒരേ റോഡായിരിക്കും അവിടം വരെ ഉള്ളത്. അപ്പോൾ ഇറങ്ങുന്ന ചായ കുടിക്കാനൊക്കെ ഇറങ്ങുന്ന ഹോട്ടലാകുമ്പോഴത്തേക്ക് ആ സമയം വരെ അവൾ ഓടിക്കാമെന്നും പറഞ്ഞാണ് അവൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ ഒരു പ്രതീക്ഷയില്ലാത്ത യാത്രയായിരുന്നു.
പ്രതീക്ഷയില്ലാത്തൊരു യാത്രയാവുമ്പോൾ എന്താണെന്നറിയോ, അതിനൊരു മധുരം ഉണ്ടാവും എപ്പോഴും. ആ ഒരു യാത്രയിൽ കുറച്ച് ഇതുണ്ടാവും. ചിലപ്പോൾ ഞാൻ മടിഞ്ഞിട്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരും ഹസ്ബൻഡിനും പെട്ടെന്ന് ഓക്കെ, ഇപ്പോൾ പോയാൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാം നോക്കണമല്ലോ, ഹസ്ബൻഡിൻ്റെ ലീവ് നോക്കണം, മോളുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാ ലീവും അവർക്ക് രണ്ടുപേരും ഓക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് പോകുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ 3 പേരുടെ ഇടയിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ യാത്രയാണ്. ഓക്കെ. നമ്മളൊരു 1.5 മണിക്കൂറായി ഇപ്പം ഇത്രയും നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ചായ കുടിക്കാമെന്നുള്ളൊരു ഇതായി. അപ്പോൾ സൈഡിൽ കോഫി ഷോപ്പ് നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കോഫി ഷോപ്പ് പോകുന്ന വഴി കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാമെന്നുള്ള പ്ലാനില്ല. അപ്പോൾ നോക്കുമ്പോൾ കോഫി കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ കിന്നാരവും പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥലം, നല്ല നീറ്റ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്തോ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ മനസ്സിന് എന്തോ ഒരു സുഖം പോലെ. കാരണം എനിക്ക് അവിടെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. ഒന്ന്, ആ ഒരു ഷോപ്പ് ക്ലോസ്ഡ് അല്ല, ഓപ്പണാണ്, അതായിരിക്കാൻ തോന്നുന്നു. പിന്നെ ഈ ഓപ്പണായ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു മേശയും കസേരയൊക്കെ ഇട്ടിട്ട് ഇരുന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു രസം തോന്നി. പിന്നെ ചുറ്റുമുള്ള കാഴ്ച കാണാനും കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്ന കാണാം, ഒക്കെ രസം തോന്നി. ശരിക്ക് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഫി വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ആ പ്ലേസിനോട് വിട പറഞ്ഞു. ഏകദേശമൊക്കെ നന്നായി
ഈവനിങ് ഒക്കെ ആയി തുടങ്ങി, ഒരു 5:30-6 മണിയൊക്കെ ആയി തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സമയത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഒരു മൂടുമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് മൊബൈല് ഞാൻ മോളെ എടുത്ത് കൊടുത്തു. മോളാണ് പിന്നീട് എടുത്തത്. ഇത് മധുര എയർപോർട്ടിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാം പ്ലെയിന് പോകുന്നത്, ഈ ഒരു സൈഡിൽ കാണാം. അപ്പോൾ ഇതാണ് മധുര എയർപോർട്ട് റോഡ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. കാരണം റോഡ് കാലിയല്ല, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകാൻ തുടങ്ങി. ഇതുവരെ കാലിയായ സ്ഥലത്തുനിന്ന് വണ്ടികൾ എവിടുന്ന് കയറി വന്നതെന്ന് പോലും അറിയത്തില്ല, അതേപോലെ തിരക്കായി. വണ്ടികൾ ഒരുപാടാവുമ്പോഴത്തേക്ക് നമ്മൾ പോകുമ്പോൾ വണ്ടി കുറച്ച് സ്ലോ ആവും. അപ്പോൾ നമുക്ക് സമയം പിന്നെയും എന്താ പറയുക എടുക്കേണ്ടി വരും നമ്മളങ്ങോട്ട് എത്തുമ്പോൾ, അല്ലേ? ഈ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലൈറ്റ് ഭയങ്കരമായിട്ട് അടിക്കും കണ്ണിൽ ഈ ഒരു സമയത്ത്. അപ്പോൾ ശരിക്കും പ്ലെയിന് പോകുന്നുണ്ട്. അപ്പോൾ മധുര എയർപോർട്ടിൻ്റെ ആ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് കാണാം അതിൽ പ്ലെയിന് പോകുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ആ സമയങ്ങളിൽ. ചെന്നൈ എയർപോർട്ടിൻ്റെ അകത്ത് ഇതേപോലെ പോയാൽ നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ആ ഒരു സൈഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വീഡിയോ ക്ലിയർ ആവുന്നില്ല, അത് കുറച്ച് ദൂരമാണ്. അപ്പോൾ നമ്മൾ മോള് അതിൽ കൊടുത്തപ്പോൾ അവൾ കുറച്ച് സൂം ചെയ്തൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു പൊട്ട് പോലെ കാണുന്നില്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ തോന്നും. ഈ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ ഈവനിങ്ങുള്ള ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയത്തുള്ള ആ ഒരു വൈബെന്ന് പറയണത്. ആ വെളിയിൽ കാണാൻ കുറച്ചേ നേരം ഇങ്ങനെ കാറിൽ ഇങ്ങനെ വെളിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഈ ഒരു സമയമായിരിക്കണം, രാവിലെയല്ല ഞാൻ പറയണത്, ഈവനിങ് ആ ഒരു ടൈം കിട്ടുവാണ്. അതും ഈ ഒരു സ്ഥലവും കൂടി ആയപ്പോഴത്തേക്ക് വളരെ മനോഹരമായിരുന്നു കാണാനൊക്കെ. പിന്നെ കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ വെളിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നോക്കി ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ വായിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ കാറിലാണെങ്കിലും വായിക്കാനൊക്കെ തോന്നുമ്പോൾ എടുക്കാറുണ്ട്. ഇപ്പം എന്നെക്കൊണ്ട് പറ്റില്ല, ഇപ്പം എനിക്ക് കണ്ണ് സ്ട്രെയിനാണ്. അപ്പോൾ ഇതാ ഒരുവിധം കണ്ടില്ല എന്ത് രസം, നോക്ക് മുകളിൽ നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയേ, എന്ത് രസമാണ്. അയ്യോ അതിപ്പം ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി വന്നിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ കിടും, ഭയങ്കര ഭംഗിയാണ്. പിന്നെ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ തന്നെ കാരണം ഞാൻ അത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പം പക്ഷേ നേരിട്ട് കാണുന്നതും വീഡിയോ എടുക്കുമ്പോൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗിയെന്ന് വെച്ചാൽ നമ്മൾ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അപ്പം നമ്മൾ കാറിൽ പാട്ടൊക്കെ വെച്ച് ആ പാട്ടൊക്കെ കേട്ട് ഈ ഒരു വൈബ് എന്നൊക്കെ പറയുമ്പോൾ ഇത് രസമാണെന്നറിയാം. അതിന് ശേഷം നല്ല ഇരുടായി. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആവില്ല, നമ്മൾ വിചാരിക്കുന്ന അത്രയും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തങ്ങ് ഇട്ടു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചുരമൊക്കെ കയറുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തത്. ഇനി ഒന്നാമതെന്ന് വെച്ചാൽ ഇരുടായി, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ക്ലിയറായി കാണുന്നില്ല. അപ്പം ഇവിടെയൊന്നും അത്രയേ ഉള്ളൂ, ആ ഒരു കാറിൻ്റെ ലൈറ്റിലുള്ള ഇതേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ചുരം കയറുന്ന ആ ഒരു വളവും തിരിവൊക്കെ ആയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തത്. അപ്പോൾ രസമുണ്ട്, കാരണം അങ്ങനെ വണ്ടി നിരന്ന് വരുന്ന കണ്ടോ, ഫുള്ള് ലോറികളാണ് കണ്ടോ. ഇത് രസം, അവരുടെ ആ സൈഡിലെ ലൈറ്റുകളൊക്കെ ആയിട്ടാണ് ഈ ലൈറ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് സേഫായിട്ടാണ് തോന്നി. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ കേട്ടപ്പോൾ പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി, ഇത് കണ്ടപ്പോൾ നേരിട്ട് ഈ ഇരുട്ടത്ത് ഈ ഒരു സമയത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് സേഫ് എന്ന്, പകലോടിക്കുന്നതിനേക്കാൾ കൂടുതൽ. കാരണം ലൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് വണ്ടി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് നല്ല സേഫായിട്ട് ഓടിക്കാൻ പറ്റും. പകലാണെങ്കിൽ നമ്മൾ അറിയാൻ പറ്റില്ല, ഹോണടിച്ച് വരുമ്പോൾ ഹോണിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആര്യങ്കാവ് ചുരം റോഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഈ ചുരമൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ പുനലൂരൊക്കെ എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കൊല്ലത്തേക്ക് എളുപ്പമാണ്. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ കൊല്ലത്തൊക്കെ എത്തി പിറ്റേ ദിവസം മുതലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയിനായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.